ബിഗ് ബോസിന് ശേഷം എനിക്കങ്ങനെ വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. നമ്മളെ സംബന്ധിച്ച് പോയിട്ട് നമ്മുടെ തടി കേടാവാതെ തിരിച്ചു വരണമെന്നായിരുന്നു. ആർട്ടിസ്റ്റുകളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുമാണ്. അതെ, നമ്മൾ കാണുന്ന ഒരു മനസ്സിൽ വേറൊരു രീതിയിലായിരിക്കില്ല. അപ്പം ഞാൻ ആലോചിച്ചത് എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും ആളുകൾ. ഇപ്പോഴത്തെ സീസണിൽ ആരാ ജയിക്കുന്നത് എനിക്ക് തോന്നണേ? ഒത്തിരി ഓപ്ഷൻസ് കിടപ്പുണ്ട്. നമുക്ക് ഇതിൽ പ്രഡിക്റ്റ് ഈ സീസണിൽ അത്ര എളുപ്പമല്ല. എന്നാൽ ഇപ്പൊ തോന്നുന്ന ഒരു ഫസ്റ്റ് 3 ആൾക്കാരുടെ പേര് പറയാം. ഫസ്റ്റ് 3 എനിക്ക് തോന്നിയത് പലരും ഇപ്പം ഡിപ്രഷന് മരുന്നിൻ്റെ കാര്യമൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ എൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു മാജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇന്ന അത്ഭുതം നടക്കും അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ വിശ്വാസം, ഉറച്ച വിശ്വാസമാണ്. നമുക്കിത് കിട്ടും, ചോദിക്കുവേം കിട്ടും. ആ വിശ്വാസമാണത്. മാതാവിന്റെ അത്രയും വിശ്വാസത്തോടെ നിന്നിട്ട് വന്ന സിനിമയിലും മാതാവായിട്ട് അഭിനയിക്കാൻ പറ്റി. അപ്പം എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിച്ചു. എനിക്ക് ആ പടം അങ്ങനെ ഒരു മൂവി അഭിനയിക്കാനും പറ്റി. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, നമുക്ക് എല്ലാ മനുഷ്യരുടെ ലൈഫിലും ചില ദുഃഖങ്ങളും ചില പ്രശ്നങ്ങളും ചിലപ്പം ചില ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. മറ്റേ നമുക്ക് എല്ലാം തികഞ്ഞവരാണ് ഈ അഹങ്കാരം കൂടും. ചില കാര്യങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ ആ വേദന, കാലിൻ്റെ വേദന നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ നിൽക്കുന്ന എന്ത് സിറ്റുവേഷനിലാണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അത് പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, വൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബി വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എൻ്റെ ഒപ്പം കോളേജിലുണ്ടായിരുന്ന, എൻ്റെ തൊട്ട് ജൂനിയർ ആയിരുന്നു, എൻ്റെ ഒപ്പം ഡാൻസിനുണ്ടായിരുന്ന. പക്ഷേ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയ, കുറേ സീരിയലുകളുടെ ഭാഗമാകാൻ പറ്റിയ ഇഷ്ടപ്പെട്ട നടിയാണ് ധന്യ മേരി വർഗീസ്. ധന്യ, കുറച്ച് നാളായി നമ്മള് ഒരു 2-3 ഇയേഴ്സ് മുമ്പ് നമ്മൾ ഓണത്തിന് കണ്ടിരുന്നു സ്പെഷ്യൽ ഷോയ്ക്ക്. അതിനുശേഷം പിന്നെ ഇപ്പോഴിന്നാ കാണുന്നത്. അതെ അല്ലേ? എന്ത് പറയണു? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് തിരുവനന്തപുരം ജീവിതമൊക്കെ? നന്നായി പോകുന്നു. ബിസി ആയിട്ട് ബിസി ആയിട്ട് പോകുന്നു. അമ്മ റോള്, സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ആക്ടറിന്റെ റോള്, അങ്ങനെ എല്ലാം കൂടി ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? മോൻ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ ശരിക്കും കുക്കിംഗ് പഠിച്ചു, വീട്ടമ്മയായി. അതെ, പഠിച്ചു പോവുമല്ലോ. നമ്മൾക്ക് കഴിക്കണമെങ്കിൽ ചെയ്തല്ലേ പറ്റുള്ളൂ. ജോൺ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. എന്തൊക്കെയാ ധന്യ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, കുറച്ച് പടങ്ങൾ ചെയ്തു. അങ്ങനെ മൂവികൾ വീണ്ടും ചെയ്യുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് ഇത്തിരി ബ്രേക്ക് കിട്ടും മോന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പൊ അങ്ങനെ മോന്, പിന്നെ മൂവീസ്, അങ്ങനെ വീട്ടിലെ കാര്യവും പ്രൊഫഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്താ ഇപ്പൊ സീരിയൽ ചെയ്യാത്തത്? സീരിയൽ ചെയ്യുമ്പോൾ കുഴപ്പം, ഞാൻ ഫുൾ ടൈം എനിക്ക് കംപ്ലീറ്റ് അതിലായിരിക്കും. എനിക്ക് ഒരു 15 days ഞാൻ അതിന് ഡേറ്റ് കൊടുത്താൽ പിന്നെ വേറെ എനിക്കൊന്നും ടൈം കിട്ടത്തില്ല. പാറ്റേൺ അങ്ങനെയാണ്. അപ്പം മൂവീസ് ഇടയ്ക്ക് വന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ റിലീസ് ചെയ്ത 3-ാം നമ്പർ എന്ന് പറഞ്ഞ പടം, അത് 2023 കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഇടയ്ക്കിടയ്ക്കായിരുന്നു എനിക്ക് ഷൂട്ട് വന്നത്. അപ്പം എനിക്ക് അതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ 3-4 പടങ്ങൾ ചെയ്തു. അപ്പം മൂവീസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഡേറ്റും എല്ലാം കൂടെ ഒന്ന് ക്ലാഷ് ആവാതെ മാനേജ് ചെയ്യണമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു കുറേ നാളുകൾക്ക് ശേഷം പടങ്ങളിലേക്ക് വന്നതല്ലേ, അപ്പം കുറച്ച് പടങ്ങൾ ചെയ്തിട്ട് വീണ്ടും സീരിയൽ ചെയ്യാം. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതാണ്. അപ്പം നല്ലൊരു പ്രോജക്റ്റ് വന്നാൽ വീണ്ടും ഞാൻ സീരിയൽ ചെയ്യും, പടം ചെയ്യും, അങ്ങനെ എന്തായാലും ഇതും കൂടെ ഉണ്ടാവും അല്ലേ? അതെ. ഒരു പക്ഷെ ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ധന്യ ഇപ്പം വളരെയധികം ഭയങ്കര ഒരു വിശ്വാസിയാണ്. ഒരുപാട് ഡിവോഷണൽ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. കൃപാസനയിലും അവിടെ ധന്യ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന്, അതെൻ്റെ ലൈഫിൽ നിങ്ങളും അത് ചെയ്യൂ, എൻ്റെ ലൈഫിൽ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു, ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ നേടിയെടുത്തു. ഒരു പക്ഷേ ആ ഒരു വിശ്വാസവും ധന്യയിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റവും, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഫീല് കൃപാസനയിൽ പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ചേഞ്ചും അതൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഈ സിനിമ ചെയ്തത്, ഈ ക്യാരക്ടർ ചെയ്തത്. അപ്പോ അവിടെ എന്തെങ്കിലും ഒരു മാജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ കൃപാസനം എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അങ്ങനത്തെ സ്ഥലം അങ്ങനെയല്ല. നമ്മൾ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇന്ന അത്ഭുതം നടക്കും അങ്ങനെയൊന്നുമല്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഉടമ്പടി എന്ന് പറയും. ഉടമ്പടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുത്തണം.
നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഡെയിലി ഇന്ന കാര്യം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, പോസിറ്റീവായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യം അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുക, ആളുകളെ, രോഗികളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ അത്യാവശ്യം ഫുഡ് അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യാൻ പറയും. അത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു അത്ഭുതങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ബെറ്റർ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ അനുഗ്രഹങ്ങളില്ലേ, എനിക്കങ്ങനെ തോന്നിയത്. അപ്പം പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷമം ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം എവിടെ നിന്നായാലും നമ്മളെ ദൈവം കാണുമെന്ന് പറയില്ലേ, അതാണ്. അപ്പം അതിനൊരു മീഡിയം വേണമല്ലോ. നമ്മളെ മീഡിയം ആയിട്ടാണ് ഞാൻ മാതാവിനെ എൻ്റെ മീഡിയേറ്റർ ആയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു വേ എന്ന് നമ്മൾക്കൊരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്കുള്ളൊരു വേ എന്ന് പറയില്ല, നമ്മൾ ഇന്ന ആൾ ത്രൂ പോകുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസമാണ് എനിക്ക്. അപ്പം ഞാനവിടെ പോകുന്ന കൃപാസനം, അവിടെ മദർ മേരി ത്രൂ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ വിഷമങ്ങൾ പറയാൻ ഞാൻ എപ്പോഴും കാണുന്നത് എൻ്റെ ആവശ്യം സാധിച്ചെടുക്കുന്നേക്കാൾ ഉപരി എൻ്റെ വിഷമങ്ങൾ പറയാനായിട്ട് എനിക്കൊരു മീഡിയേറ്റർ എപ്പോഴും വേണം. എൻ്റെ വിഷമങ്ങൾ പറയും. അപ്പം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് കണ്ടറിഞ്ഞ് മാറ്റിത്തരുന്ന ഒരു പവറുണ്ട്. അതാണ് എനിക്കെപ്പോഴും എൻ്റെ വിശ്വാസം. അപ്പം ഈ പോകുന്ന ആളുകളെല്ലാം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വസിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറയില്ലേ, ഈ വിശ്വാസത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്കിവിടെ വന്ന് ഇത്ര ദിവസം നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിത് കിട്ടും എന്നുള്ള നമ്മുടെ ഉള്ളിലെ വിശ്വാസമാണ് നമുക്ക് നേടിത്തരുന്നത്. തീർച്ചയായിട്ടും. എല്ലാവരും പറയും ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞു, അത് ചെയ്ത് ഇങ്ങനെ അത്ഭുതം, അങ്ങനെയല്ല അതിനെ കാണേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളുടെ വിശ്വാസം, ഉറച്ച വിശ്വാസമാണ്, നമുക്കിത് കിട്ടും, ചോദിക്കുവെങ്കിൽ കിട്ടും, ആ വിശ്വാസമാണ് അത്. ധന്യ ആര് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എത്തിയതും? ഞാനിപ്പോഴും എന്നോട് ആരാ അത് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആനന്ദേട്ടൻ്റെ വൈഫായിരുന്നു എന്ന് തോന്നുന്നു. ഒരിക്കൽ സെറ്റിൽ വന്നപ്പോൾ അവർ ഭയങ്കര അവിടെ പോകുന്ന ആളാണ്. അവരാണ് എന്നോട് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. കാരണം ഇത് ഇപ്പോൾ 6-7 വർഷമായി പോയി. ഇപ്പം ഞാൻ ഒരു 6 years എങ്കിലും ആയിട്ടുണ്ട്. അപ്പം അന്നാണ് കാണുന്നതും. ശേഷം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷെ ഞാൻ പോകണം എന്ന് തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു ആവശ്യം വന്നു. ആവശ്യം എന്ന് പറഞ്ഞാൽ കുറേ ആവശ്യങ്ങൾക്കിടയിലൊരു മേജർ ആവശ്യം വന്നു. അപ്പം എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുറേ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾക്ക് എവിടെ ഹെൽപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിൽ മാത്രമാണ് നമ്മുടെ ഹെൽപ്പ് എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ചെന്നുപെടൂലേ, അങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്ക് ഞാൻ വെച്ച 2-3 ആവശ്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള ആവശ്യങ്ങൾ എഴുതി കൊടുത്ത് പ്രാർത്ഥിക്കാം ഡെയിലി. അത് അവിടെ വെക്കണം എന്നുള്ളതല്ല, നമ്മൾ ഡെയിലി പ്രാർത്ഥനയെ ഉൾപ്പെടുത്താം. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തി 2-3 കാര്യങ്ങൾക്ക് എനിക്ക് ആൻസർ കിട്ടി. അപ്പം എനിക്കതൊരു സാക്ഷ്യമായിട്ട് പറയണമെന്ന് എങ്ങനെയോ തോന്നി അവിടെ പോയതുമല്ല, ആ വഴി കൂടെ പോയപ്പോൾ കയറി പറഞ്ഞു, അത്രേ ചെയ്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു, ആർട്ടിസ്റ്റായിട്ടും ഇങ്ങനെ മുന്നോട്ട് വന്ന് അങ്ങനെ സാക്ഷ്യം പറയാൻ കാണിച്ച ധൈര്യം സംഭവിച്ചു. ആക്ച്വലി ഞാൻ പേടിച്ച് പിന്നോട്ട് മാറിയ ഒരാളാണ്, അതാണ് സത്യം. ഞാൻ ധൈര്യത്തിൽ വന്ന് പറഞ്ഞ ആളല്ല, ഇങ്ങനെ പേടിച്ച് പിന്നോട്ട്. അത് ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ പോയിട്ട് സാക്ഷിയൊക്കെ പറയുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, അതിനെങ്ങനെ എടുക്കും എന്നറിയില്ല. നമുക്കൊന്നാതൊരു മടി, നമ്മളെ വിശ്വാസത്തെ തുറന്ന് കാണിക്കാൻ ഒരു മടി എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ മടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു സിറ്റുവേഷൻ വന്ന് ഞങ്ങൾ വണ്ടി അവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ അവിടെ അത് നന്നാക്കാനായിട്ട് മണിക്കൂറുകൾ എടുക്കും. ഞാൻ വേറെ ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരുന്ന് പുള്ളീനെ വെറുതെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ പള്ളി കയറിയിട്ട് വരാം. അപ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാനിത് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഉടമ്പടി ഞാൻ എടുക്കുന്നത്. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പം ഞാൻ പറയണം. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത് സംഭവിച്ചത്. അങ്ങനെ ഒരു കുറ്റബോധം മനസ്സിൽ വന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്നെ ആരൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞാൻ അന്നും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു സാരിയൊക്കെ കൊടുത്താ ചെല്ലുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റാന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാവാം എന്നെ ഒരു ലേഡി വന്നിട്ട് ഹെൽപ്പ് ചെയ്തു. അവർ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞോ മോക്ക് വാ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് നേരെ കൊണ്ടുപോയിട്ട് തൈക്കുട്ടിക്ക് ആർട്ടിസ്റ്റ് ആണോ എന്ന് പെട്ടെന്ന് ചെയ്ത് വിടാൻ പറ്റും. അങ്ങനെ ഒരു ക്യൂ പോലും ഇല്ലാതെ ഞാൻ കയറി പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് അതുകൊണ്ട് ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല ഞാനത് പറയാനൊന്നും. വെറുതെ കയറി അങ്ങ് പറഞ്ഞു. അത് ഞാൻ പിറ്റേ ദിവസം അറിയണത് ഇത് ഇത്ര വൈറലായെന്ന്.
കാരണം അത് വന്നതിന് ശേഷം പിന്നീട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പിന്നെ എന്ത് വന്നാലും രണ്ട് അതെ, രണ്ട് തരത്തിലും ആൾക്കാർ തിരിയുമല്ലോ. കുറച്ച് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തും ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചും അതിനെ ഇതായിട്ടും കാണുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ മറു സമൂഹത്തിലുള്ളവർ അതിനെ വളരെ നെഗറ്റീവായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം എന്റെ അഭിപ്രായങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പം എനിക്ക് തോന്നി ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താം. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് എൻ്റെ മുഖം ആരും കാണത്തില്ല, ഞാനാ പറഞ്ഞതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് എനിക്കിവിടെ ഈസി ആയിട്ടിരുന്ന കമൻറ്റിൽ എന്ത് വേണേലും പറയാം. ആ ഒരു ഫ്രീഡം കിട്ടിയപ്പോൾ ആൾക്കാർ പണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം ഇപ്പം സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ആരും അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ആരെയാണ് കുറ്റപ്പെടുന്നത്, ആ വ്യക്തിക്ക് ഒരു പേഴ്സണൽ ലൈഫുണ്ട്, അവരുടെ മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കമൻസ് വളരെ കെയർഫുൾ ആയിട്ട് ഇട്ടില്ലെങ്കിൽ ഈ കമൻറ്റുകൾ ആ വ്യക്തികളുടെ ഇടയ്ക്ക് ചെല്ലും, ആ വ്യക്തികളെ മെൻ്റലി ഡൗൺ ആക്കും, ഡിപ്രസ്ഡ് ആക്കും. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. കാരണം അവർ ചിലപ്പോൾ നല്ല ഉദ്ദേശിച്ച് ചെയ്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ അവർ അങ്ങ് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചാണ് ഒരാളുടെ ലൈഫാണ് ഇല്ലാതാക്കുക അതുവഴി. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലും അല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്ട്രോങ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കോൺഫിഡൻസ് ആയി. കാരണം ഞാൻ എൻ്റെ വിശ്വാസം പറഞ്ഞു, ഇതിൽ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് മാറത്തില്ല. ഞാൻ പിന്നെ എനിക്ക് കോൺഫിഡൻസ് കൂടുക ചെയ്തേ. അതുവരെ പേടിച്ചു നിന്ന ആൾക്ക് ഇതിന് ശേഷം കോൺഫിഡൻസ് വന്നു, ധൈര്യം വന്നു. ധൈര്യം. കാരണം നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു സാധാരണ ഒരു മനുഷ്യരും കൂടിയാണല്ലേ. നമുക്കും ഉണ്ടാവും, നിങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും വിശ്വാസം, ഇഷ്ടങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസ്. അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തെ വിശ്വസിച്ച് മാതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, അത് നമുക്ക് നേടിയെടുത്തു, എനിക്കതിൻ്റെ ഇത് കിട്ടി എന്നുള്ളത് ആ സാക്ഷ്യം വഹിച്ച് അത് പറഞ്ഞതിനാണ് ഇങ്ങനൊരു സോഷ്യൽ മീഡിയ അറ്റാക്ക് കിട്ടിയിരിക്കുന്നത്. എന്നോട് ചിലരൊക്കെ ചേച്ചി ഇപ്പൊ എയറിലാണല്ലോ എന്ന് ചോദിച്ചവരുണ്ട്. ഞാനപ്പോ ഈ ഏറി പോണെന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ. അപ്പൊ എനിക്കൊരു കമന്റ് വന്നപ്പോൾ എന്റെ ഇൻസ്റ്റയിൽ ഒരു കമന്റ് വരും, ചേച്ചി ഇപ്പൊ എയറിലാണല്ലോ എന്ന് പറഞ്ഞ ഏതോ ഒരു അക്കൗണ്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞു ഇതെന്തോ എയറിലാന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് സംഭവം ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അറിയുന്നത്. അപ്പം അതിന് പിന്നെ അവര് കൃപാസനത്തിന്റെ അച്ഛൻ വരെ സമാധാനം പറയേണ്ടി വന്നു. അതെന്താ അങ്ങനെ ഒരു സാക്ഷ്യം വന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അത് ആ സാക്ഷ്യത്തിനൊരു കാരണമുണ്ട്, ആ കുട്ടി പറഞ്ഞതിൽ കാര്യമുള്ളതുകൊണ്ടാണ് നമ്മളത് ടെലികാസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയേണ്ടി വന്നു അച്ഛനും. അപ്പം ഞാൻ ഇതുവരെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ട് സംസാരിച്ചിട്ടുള്ളൊരു ഫാദർ അല്ല. ആ ഫാദർ എനിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളതാണ് ഈ ഒരു കാരണം. ഇതുവരെ ഞാൻ പിന്നെയും പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ അധികം പോയിട്ടില്ല. ഞാൻ അതൊക്കെ എൻ്റെ അമ്മ ഇപ്പോൾ പോവും. അമ്മ ഇപ്പോൾ അവിടെ സ്ഥിരം പോകുന്നുണ്ട്. ഇന്നാൾ മറ്റേ റാലിക്ക് പോയി, ജപമാല റാലി ഉണ്ടായിരുന്നല്ലോ, ജപമാല റാലിക്ക് മമ്മി പോയി. സുഖമില്ലാത്ത ആളാണ്, എന്നിട്ടും പോയിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഇയർ ഞാൻ ഇനി കാറിലെ പോകുള്ളൂ, ഇനി നടക്കൂല എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ മമ്മി ഇത്രയും വയ്യ ആൾക്ക് നടക്കാനൊന്നും. അപ്പോൾ എൻ്റെ വീട്ടിൽ പലരും ആ വിശ്വാസത്തിലേക്ക് അടുത്തു കൂടുതൽ. ഞാൻ പോയിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ പോലും എൻ്റെ അമ്മ പോകുന്നില്ല അവിടെ. പക്ഷേ ഇതിന് ശേഷം എൻ്റെ അമ്മ അതിൽ പോയി. എനിക്കറിയാവുന്ന ഒത്തിരി പേര് പോയി. പക്ഷെ ആരും, ചില ആർട്ടിസ്റ്റുകൾ പോയി, എല്ലാവരും ഒന്നും തുറന്നു പറയത്തില്ല. എന്നോട് ഒന്ന് ചോദിച്ചു പോയിട്ട് എന്തായി. പിന്നെ സുഖമില്ലാതെ കിടന്ന ബെഡ് റിഡൻ ആയിട്ടുള്ള ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പോണ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ബെഡ് റിഡൻ ആണ്, ആരെങ്കിലും അവർക്ക് വേണ്ടി പോകും, പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ ഒത്തിരി പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ നോക്കി, മെസ്സേജ് വഴിയൊക്കെ. ഇപ്പോഴും ധന്യ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് വിശ്വാസത്തിൽ ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറിയിട്ടില്ല. ഞാൻ പക്ഷെ ഇപ്പോൾ എനിക്ക് ആ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥനയായാലും ശരി, എൻ്റെ ആ ഒരു ടൈമും എല്ലാം ഒന്ന് തെറ്റിയതുകൊണ്ടും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ മോനപ്പം കൂടെയുണ്ട്. ആ സമയത്ത് മോന് മമ്മിയുടെ കൂടെ നിൽക്കുക, സ്കൂള് ടൈം, എൻ്റെ ഇടയിൽ കുറേ അങ്ങനെ. അപ്പം എനിക്ക് പൂർണ്ണമായിട്ട് ഒരു 3 മാസം എന്നെ വേണ്ടി മാറ്റി വെച്ച് 3 മാസം കൃത്യമായിട്ട് ആ ഒരു ഉടമ്പടി പീരീഡ് ഒരു 3 മാസമാണ്. ആ 3 മാസം കൃത്യമായിട്ട് നമ്മൾ പ്രെയർ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, സഹായങ്ങൾ ചെയ്യണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ മനസ്സ് അതുപോലെ ശാന്തമാക്കി വെച്ചതിന് വേണ്ടി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെപ്പോൾ അത് വീണ്ടും പറ്റും അപ്പോൾ വീണ്ടും ഉടമ്പടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് പിന്നെ എന്നെ കാരണം വെച്ചിട്ടല്ല, എനിക്ക് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു മനോധൈര്യം കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കെപ്പോഴും എൻ്റെ
പ്രെയറാണ് എനിക്കെപ്പോഴും എൻ്റെ ഡിപ്രഷനും എല്ലാം മാറ്റിത്തരുന്നത് എപ്പോഴും. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഒത്തിരി സിറ്റുവേഷൻ ഉണ്ടാവും, ഡിപ്രഷൻ വരും. തീർച്ചയായിട്ടും. ഞാൻ ഇതൊക്കെ പല സ്റ്റേജിലൂടെ കടന്നു പോയ ഒരാളാണ്. പലരും ഇപ്പം ഡിപ്രഷന് മരുന്നിൻ്റെ കാര്യമൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ എൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പം ഞാൻ പറയാണ്, നല്ല രീതിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷനിൽ ഒരു പരിധിവരെ മെഡിസിൻ ഇല്ലാതെ അത് സോൾവ് ആയി പോരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ മൂഡ് ചേഞ്ചസ്, മൂഡ് സ്വിങ്സ് എല്ലാം. നമുക്ക് മനുഷ്യർക്കെല്ലാം, പ്രത്യേകിച്ച് ഫീമെയിൽസിന് ധാരാളമായിട്ടുണ്ട്. ആഫ്റ്റർ ഡെലിവറി നമുക്ക് ധാരാളമായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇപ്പം ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകൾ കാണും. ഇപ്പം അവരുടെ ജോലി ആയാലും ശരി, പഠിത്തമായാലും ശരി, ഏജ് ഒന്നും ഇല്ലല്ലോ. ഈ ഡിപ്രഷൻ വരാനായിട്ട് ഇത്രയും പ്രായമാവണമെന്നില്ല. ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ ക്ലാസ്സിലൊരു ടീച്ചർ വഴക്ക് പറയുന്നത്, എന്നെ അവര് നോക്കുന്നില്ല, എന്നെ അവര് പരിഗണിക്കുന്നില്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, കേറ്റുന്നില്ല. ഇതൊക്കെ അവരെ പിന്നീട് ഒരു മൈൻഡിനെ വല്ലാതെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന കുട്ടികൾ കുറെ കഴിയുമ്പോൾ അവർക്കും വരും ഇതൊക്കെ. അപ്പം ഇതിനൊക്കെ പിള്ളേർക്ക് നമ്മളെ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും നമ്മളെ ദൈവം നോക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ഒരാളുണ്ട്, ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ്, അവർക്കൊരു വിശ്വാസം വരും, ഇവരാരും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ മാറും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരേ ലെവലിലായിരിക്കില്ല നമ്മുടെ ജീവിതം പോകുന്നത്. നമ്മുടെ വിഷമം വരുന്ന ഒരവസ്ഥയിൽ, അല്ലെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ആരോ എവിടുന്നോ നമ്മളെ ഉയർത്തുന്ന പോലെ, നമ്മളെ സഹായിക്കുന്ന പോലെ, നമുക്ക് ആരോ ഉണ്ട് നമ്മുടെ കൂടെ, ആ ഒരു ലെയർ നമ്മൾ ശരിക്കും ഫീൽ ചെയ്യും, അല്ലേ? ഉറപ്പായിട്ടും ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. ഒരു വിശ്വാസിക്കാണ് അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ പലരിടത്തും, അത് നമ്മൾക്ക് ആരിലും അത് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഫീൽ ചെയ്ത് നമുക്ക് അതിലൂടെ ഇന്നതെന്നല്ല, ഞാൻ പറഞ്ഞ എല്ലാവരിലും ഇപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇന്നടുത്ത് പോയാലേ വിശ്വാസം, അങ്ങനെയും പറയണില്ല. നമുക്ക് ദൈവം നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എപ്പോഴും ഉണ്ടായാൽ മതി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ തെറ്റ് ചെയ്താലും അത് കാണുന്ന ഒരാളുണ്ട്, നല്ലത് ചെയ്താലും കാണുന്ന ആളുണ്ട്, എല്ലാം. അത്രേ ഉള്ളൂ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. നമ്മൾ ഒരേ ദിവസം അത് പറയുന്നതും അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ പറയുന്നുണ്ട്, അവർ ക്ലിയർ ആയിട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഒരേ ദിവസം, കുറേ ദിവസങ്ങൾ ഈ പറയുന്ന പോലെ 3 months അല്ലെങ്കിൽ 6 months അങ്ങനെ ഇതുണ്ട്. നമ്മളത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ മനസ്സിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയൂ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക് എന്നുള്ളത് അത് നേടിയെടുത്ത എത്രയോ പേരുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പോയിട്ട് തന്നെ അനുഭവം ഉണ്ടായി, കിട്ടി എന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി, പോകുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും അപ്പം പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അവർ പോകുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന്. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലവർക്ക് ചിലപ്പം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും, ചിലർക്ക് പെട്ടെന്നായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ഞാൻ ചോദിച്ച എല്ലാ കാര്യവും എനിക്ക് നടന്നെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇനിയും പോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം പക്ഷെ എനിക്ക് ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, ഏറ്റവും മനുഷ്യർക്ക് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് ശരിക്കും എന്നെ കിട്ടി. ഇനിയുണ്ട്, പക്ഷെ അത് എന്നെ ചിലപ്പോൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. കാരണം എത്ര പ്രശ്നങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അപ്പം അത്രയും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. മെൻ്റലി നമ്മളിങ്ങനെ പറയില്ലേ, ഡൗൺ ആവുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്താൻ നമ്മളെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാ പറയുക, ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയാം. അപ്പം സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ധന്യയിൽ വലിയൊരു ചേഞ്ച്, ക്യാരക്ടർ വൈസ്, ഒരു പേഴ്സൺ വൈസ് വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിലുള്ള ഇതിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ടാവുക. അതിനകത്ത് വേറൊരു കാര്യം പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഈ 3-ാം നൊമ്പരം പടം ചെയ്യുന്നത് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം എനിക്ക് ആ മൂവി വരുന്നത്. ഞാനതാ ഇപ്പൊ അത് ഞാനിപ്പോൾ അടുത്ത് വരികയായിരുന്നു. കാരണം മേരി മാതാവിനെയാണ് ഫുൾ പ്രാർത്ഥിച്ചിരുന്നത്. മാതാവിന്റെ അത്രയും വിശ്വാസത്തോടെ നിന്നിട്ട് വന്ന സിനിമയിലും അഭിനയിക്കാൻ പറ്റി. അപ്പൊ എന്നെ കൊണ്ട് സാക്ഷ്യം പറയിച്ചു. എനിക്ക് ആ പടം, അങ്ങനെ ഒരു മൂവി അഭിനയിക്കാനും പറ്റി. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, നമുക്ക് എല്ലാ മനുഷ്യരുടെ ലൈഫിലും ചില ദുഃഖങ്ങളും ചില പ്രശ്നങ്ങളും ചിലപ്പോൾ ചില ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും
അപ്പം നമ്മൾ കൂടുതൽ അപ്പം നമ്മൾ കുറച്ചുകൂടെ മനസ്സുകൊണ്ട് ശുദ്ധരാകും, കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ മറ്റേ നമുക്ക് എല്ലാം തികഞ്ഞവരാണ് ഈ അഹങ്കാരം കൂടും. നമ്മളപ്പോൾ എന്തും നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാത്തവരും നമുക്ക് ഒന്നിനോടും ഒരു മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാത്തവരുമായിട്ട് ജീവിക്കാൻ പറ്റും എല്ലാം തികഞ്ഞവരാണെങ്കിൽ. കാരണം നമുക്കൊരു ബോധം ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ ചുറ്റുവട്ടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തോന്നത്തില്ല. അപ്പം എന്തെങ്കിലും ഒരു അടി തരുമ്പോഴാണ് നമ്മളൊന്ന് ഇരുന്ന് നിലത്തിറങ്ങി നമ്മൾ ചുറ്റുവട്ടമൊന്ന് കാണുകയും നമ്മുടെ മനസ്സിനെ നമ്മൾ ഭയങ്കര ശുദ്ധമാക്കാൻ പറ്റുകയും ചെയ്യുന്ന അപ്പോഴായിരിക്കും നമുക്ക് നന്മകൾ വരുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ്, എന്തെങ്കിലും മോശം അനുഭവം എൻ്റെ ലൈഫിൽ വരുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ കാണും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇനി കയറ്റിക്കൊണ്ട് വരും, എന്നിട്ട് നല്ല കാര്യങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ ഒരു സിനിമ മൂന്നാം നൊമ്പരം അതിൻ്റെ കഥാപാത്രം ഇതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ധന്യയുടെ മനസ്സിലൂടെ പോയിരുന്ന ഒരു ഫീൽ അതെന്തായിരുന്നിരിക്കും? ഫസ്റ്റ് ഫീൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ എല്ലാ എന്താ പറയുക ട്രോളുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു മറുപടി ആയിട്ടാണോ എനിക്ക് ഈ ഒരു കഥാപാത്രം എന്നിലേക്ക് വന്നതെന്ന് എനിക്ക് ഫസ്റ്റ് തോന്നിയത്. കാരണം എവിടെയോ ഇരുന്ന് അവരൊരു സിനിമ പ്ലാൻ ചെയ്തപ്പോൾ എപ്പോഴോ പറഞ്ഞൊരു പേരിൽ വേറെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷനിൽ ഒരാൾ എന്നെയാണ് അവർ സമീപിച്ചത്. അത് എനിക്കൊരു വലിയ കാര്യമായിരുന്നു. അവരിതൊന്നും അറിഞ്ഞിട്ടല്ല എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്, അവർ ജസ്റ്റ് എൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ ഇന്ന ആർട്ടിസ്റ്റ് ഇഷ്ടംപോലെ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഉണ്ട്. പുതിയ ഇപ്പോഴത്തെ തലമുറയുണ്ട്, അതിന് മുന്നത്തെ തലമുറയുണ്ട്, അവർക്ക് ആരും വേണേൽ ഓപ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ ജസ്റ്റ് ഫോട്ടോ കണ്ടപ്പോൾ ഈ കുട്ടി മതി, അപ്പം അതിലേക്ക് എത്തിച്ചു. അപ്പം എനിക്ക് തോന്നി അത് ഇതെല്ലാം കഴിഞ്ഞിട്ടേ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് സെറ്റിലെത്തി. ആ ക്യാരക്ടർ ആയപ്പോൾ ധന്യയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഫീലോ? അത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല, അങ്ങനത്തെ ഒരു ഫീലാണത്. കാരണം ഞാൻ ഫസ്റ്റ് ആലോചിച്ചത് എനിക്കിത് ചെയ്യാൻ ഞാൻ ഇതിനൊരു എലിജിബിൾ ആണോ നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കില്ലേ. പക്ഷെ ഞാൻ ഡിസേർവിങ് ആണോ, ഞാൻ ശരിക്കും ഡിസേർവിങ് ആണോ, എനിക്കിത് ചെയ്യാൻ കിട്ടി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂടെ അഭിനയിച്ച സാഹചര്യനോട് പറയും ഇതൊരു ഭാഗ്യ ചേട്ടാ, എനിക്ക് ഇതിനൊരു ലക്കായിട്ടാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യുമ്പോൾ. കാരണം പിന്നെ അത് കാണിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ ഭയങ്കരമായിട്ട് ആനന്ദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ഞാൻ പറഞ്ഞു, ഞാൻ ചേട്ടാ ഒന്നും പ്രതീക്ഷിച്ചല്ല ഈ പടം ഞാൻ ചെയ്യുന്നത്, പക്ഷെ എനിക്കിത് ഈ കഥാപാത്രം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വിളിച്ചപ്പോഴേ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചപ്പോഴും സംസാരിച്ചു, ഇങ്ങനെയാണ് നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റേഷനിലൊന്നും അല്ല ഈ പടം ചെയ്യുന്നത്, പക്ഷെ ഇങ്ങനെ കഥാപാത്രം ഒരു മൂവി ആകുമ്പോൾ അത് എനിക്ക് ചെയ്യാൻ കിട്ടി, അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരൊറ്റ കാരണത്താൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ധന്യയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഒരാളുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ഞാൻ ഓൾറെഡി ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനപ്പുറം മോശം എൻ്റെ ലൈഫിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നാൽ പോലും അതിനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അത്രത്തോളം എന്നെ സ്ട്രോങ് ആക്കി എൻ്റെ ഈ ഒരു ജീവിതം എന്നുള്ളത്. അതെ, നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ സൊസൈറ്റീനെ പേടിച്ചിട്ടാണ് എപ്പോഴും ആളുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആ കമൻറ്റ് വരും, ഈ കമൻറ്റ്, ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പലരെയും ബാധിക്കും, ഇൻറ്റേർണലിയും എല്ലാം ബാധിക്കും. കമൻസ് അല്ല, നമ്മൾ ഈ ഒരു പേടിയില്ല ജീവിക്കുന്ന എപ്പോഴും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ എന്താണെന്നൊരു ബോധം ഉണ്ടെങ്കിൽ, നമ്മൾ എന്താണെന്ന് അറിവുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിനൊക്കെ ഞാൻ വെച്ചാൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ചില കാര്യങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ചെരുപ്പിൻ്റെ ആ വേദന, കാലിൻ്റെ വേദന നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് മേടിച്ചിട്ടാൽ മാത്രമേ വേറെയൊക്കെ അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ചെരുപ്പിൻ്റെ ഞാൻ നിൽക്കുന്ന എന്ത് സിറ്റുവേഷനിലാണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അത് പറഞ്ഞ ആരെയും ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതായത് ഞാൻ അനുഭവിച്ച ഘട്ടങ്ങളോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് കല്യാണം കഴിച്ചു, ഒരു കുടുംബത്തിൽ കയറി പോകുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസും എല്ലാം അവരത് എങ്ങനെ തരണം ചെയ്തിട്ടുണ്ടെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് മനസ്സിലാക്കാനും പറ്റത്തില്ല. അത് നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് നേട്ടമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ ഒരു ബോധം ഉണ്ടായപ്പോഴാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഞാൻ ഇപ്പം എന്ത് വന്നാലും ഞാൻ നേരിടാനും ഞാൻ എപ്പോഴും പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് കടക്കാത്തതിൻ്റെ കാരണം അതാണ്.
ഓക്കെ. അപ്പം അങ്ങനെ ലൈഫിൽ ഓരോരോ സ്റ്റേജസിൽ നിന്നും ഓരോ കാര്യങ്ങളും അതിലെ നല്ലതും ചീത്തയും ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നല്ലത് മാത്രം ലൈഫിലേക്ക് എടുത്ത് അങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ലൈഫ് ഇപ്പം മോൻ, ഇപ്പം നിങ്ങളുടെ ഒരു ഇനി പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഡാൻസ് സ്റ്റുഡിയോ, ഇതൊക്കെയാണ്. ഇതിനിടയിൽ സമയം കണ്ടെത്തുന്നു. അഭിനയം എന്നുള്ളത് താല്പര്യം തന്നെയാണ് അല്ലേ? അഭിനയം ശരിക്കും ഞാൻ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ശരിക്കും അഭിനയിക്കാൻ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. മനസ്സിലാക്കിയത്. സത്യം, സിനിമകള് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി ഒരു സമയമായപ്പോൾ. ഞാൻ സീരിയലിലേക്ക് തിരിച്ചു വന്നപ്പോഴായിരിക്കും കൂടുതലായിട്ട് മറ്റേ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ കൂടുതലും ബിസി ആയിട്ട് കുടുംബജീവിതമായിട്ട് ബിസി ആയിട്ടിരുന്നപ്പോൾ സിനിമ കാണും, ചെയ്യാൻ പറ്റിയില്ല, ചെറിയ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ തോന്നും, അത്രേ ഉള്ളൂ. പക്ഷേ സീരിയൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഞാൻ സിനിമകൾ എത്രയോ ഓപ്പർച്യൂണിറ്റി വന്നത് വേണ്ടാന്ന് വെച്ചു, എത്രയോ സിനിമകൾ വേണ്ടാന്ന് വെച്ചു. പക്ഷെ എനിക്ക് സിനിമകൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് എനിക്കത് മിസ് ചെയ്തു. അപ്പം എനിക്ക് തോന്നി തിരിച്ച് സിനിമകളിലേക്ക് വരണം, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം വന്നു തുടങ്ങി. ഇപ്പം ടോക്ക് ഓഫ് ദ ടൗണും കാര്യങ്ങളും എല്ലാവരും ഏറ്റവും കൂടുതൽ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ സ്പേസ് എടുക്കുന്നതും എല്ലാം ബിഗ് ബോസ് ആണല്ലോ. അതെ, ധന്യം സീസൺ 4-ലല്ലായിരുന്നോ? അല്ലേ, 4-അല്ലായിരുന്നോ പോയിരുന്നത്? കാണാറുണ്ടോ? അതിനുശേഷം ആണെങ്കിലും എല്ലാ സീസൺസ് എല്ലാം? ഞാൻ അത്യാവശ്യം അതിനുശേഷം പോയ സീസണിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവള് പോയതുകൊണ്ട് കുറെയൊക്കെ അവൾക്ക് വേണ്ടി കണ്ടു. അത് ആ സീസൺ കണ്ടത് തന്നെ റെനീഷ ഉള്ളത് കൊണ്ടാണ് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ റെനീഷ എന്റെ കൂടെ സീതാ കല്യാണത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങക്ക് ഇനിയിപ്പം എത്ര വർഷം 4-7 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പരിചയം. അപ്പം അവള് ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പോയ പോലെ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു, പോയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ആ സീസൺ കണ്ടു. പിന്നെ അതിനുശേഷമുള്ള സീസണൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുള്ളൂ. ഇപ്പത്തെ സീസൺ കാണുന്നുണ്ടോ? ഇടയ്ക്ക്. എനിക്ക് എല്ലാരെയും അറിയാം, കണ്ടസ്റ്റൻസിനെ എല്ലാരെയും അറിയാം. അങ്ങനെ റെഗുലർ ആയിട്ടിരുന്ന് കാണാൻ ടൈം അങ്ങനെ കിട്ടാറില്ല. പക്ഷെ സംഭവിക്കുന്നതും ഔട്ട് ആവണവരെയും അങ്ങനെ വലിയ വലിയ മേജർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ അറിയാം. ധന്യ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 6th പൊസിഷൻ വരെ ഉണ്ടായിരുന്നില്ലേ? 4th റണ്ണറപ്പ് അല്ലേ? 4th റണ്ണപ്പ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് ഇപ്പത്തെ സീസൺ, അതിന്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക്. അപ്പം എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇരിക്കുന്ന ഓരോ കണ്ടസ്റ്റന്റിന്റെ ഉള്ളിലുള്ള ആ ഒരു ഫീല് കറക്റ്റ് ആയിട്ട് ധന്യക്ക് അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ സമയത്ത് ഇരിക്കുമ്പോ ഞാൻ ഉണ്ടാവോ ഇല്ലയോ, ഫൈനൽ 5-ലെത്തുവോ, ഇന്ന് എവിക്റ്റ് ആവോ? ശരിക്കും ആ സമയത്തേക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച് തന്നെയാണോ? ഞാൻ നല്ല ടെൻഷൻ അടിച്ച സമയമായിരുന്നു. കാരണം ഞാൻ അധികം നോമിനേഷൻസിൽ ഇങ്ങനെ വരാറില്ല. അപ്പോൾ ലാസ്റ്റത്തെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള നോമിനേഷനിലുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം എല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ചിലപ്പം 100 days പോവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്, ലാസ്റ്റ് വീക്കിലേക്ക് പോവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ ആ എവിഷനിൽ പോയില്ല, ഒരാളെ ഔട്ടായുള്ളൂ. അപ്പൊ അങ്ങനെ 100 days നമുക്ക് ഉറപ്പായി കിട്ടി. ലൈഫ് എത്രത്തോളം മാറി ബിഗ് ബോസിൽ പോയതിനു ശേഷം? ലൈഫിൽ വലിയ മാറ്റമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ബിഗ് ബോസ് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ ഓൾറെഡി സീരിയൽസ് ചെയ്യുന്നു, സിനിമകൾ ചെയ്തു, നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ പറയുക ആർട്ടിസ്റ്റ് ആണ്, അങ്ങനെ ബിഗ് ബോസിൽ പോയത്. അപ്പം നമുക്ക് ഓൾറെഡി ഈ ഒരു ഫെയിമും അതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗ് ബോസിന് ശേഷം അതിൻ്റെ ഫാൻസ് ആ സമയത്തുള്ള ഒരു കുറേ കാര്യങ്ങൾ, ആ ഫെയിമൊക്കെ, പക്ഷെ എനിക്കങ്ങനെ വലിയ ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. കാരണം ഒരു സിംഗിൾ നൈറ്റിൽ സംഭവിച്ചൊന്നും അല്ല, അങ്ങനെ ഒരു ഫെയിമിലേക്ക് ഞാൻ എത്തിയില്ല. പക്ഷെ പുതിയൊരാൾക്ക് പക്ഷെ ഒരു അവർക്ക് നല്ലതായിരിക്കും, ഒരു ലൈം ലൈറ്റിലേക്ക് പെട്ടെന്ന് എത്തുകയല്ലേ, അവർക്ക് നല്ലതായിരിക്കും. നമ്മളെ സംബന്ധിച്ച് പോയിട്ട് നമ്മുടെ തടി കേടാവാതെ തിരിച്ചു വരണം എന്നായിരുന്നു. കാരണം ഉള്ള ഇത് കളയാതെ നമ്മൾ എന്താ പറയുക, കാരണം നമ്മൾ ആർട്ടിസ്റ്റുകളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുമാണ്. നമ്മളെ കാണുന്ന ഒരു മനസ്സിൽ വേറൊരു രീതിയിലായിരിക്കും. അവിടെ ചെന്നിട്ട് നമ്മൾ പോയിട്ട് പറയുന്നുണ്ട് എല്ലാവരെയും കാര്യത്തിലും ഇടപെട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ഇവരൊക്കെ എന്തിൻ്റെ എന്നൊക്കെ ആലോചിക്കില്ല. അപ്പം ഞാൻ ആലോചിച്ചു ദൈവം എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും ആളുകൾ. ഇപ്പത്തെ സീസണിൽ ആരാ ജയിക്കുന്നത് ധന്യക്ക് തോന്നണേ? ഒത്തിരി ഓപ്ഷൻസ് കിടപ്പുണ്ട്. നമുക്ക് ഇതിൽ പ്രെഡിക്റ്റ് ഈ സീസണിൽ അത്ര എളുപ്പമല്ല പ്രെഡിക്റ്റ് ചെയ്യാൻ. കഴിഞ്ഞ സീസണോ ഇപ്പോൾ അഖിൽ മാരാർ സീസൺ ആയിരുന്നു ഉറപ്പായിരുന്നു. റനീഷയുണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, എന്നിട്ടും അഖിൽ മാരാറിന് കിട്ടും എന്നുള്ള ഏകദേശം ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ സീസണിൽ ലാസ്റ്റ് ഏകദേശം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അത്ര എളുപ്പത്തിൽ അറിയത്തില്ലായിരുന്നു ആരാ കിട്ടാൻ പോണേന്ന്. പക്ഷെ പിന്നീടുള്ള സീസണിൽ ഒക്കെ ഏകദേശം ഒരു ചെറിയ ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ തോന്നുന്ന ഒരു ഫസ്റ്റ് 3 ആൾക്കാരുടെ പേര് പറയാം. ഫസ്റ്റ് 3 എനിക്ക് തോന്നിയത് അനീഷ്, അനു, അക്ബർ ഓർ ഷാനവാസ് ആണ്. ഇതിലാരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് 3 പൊസിഷൻസ്.
ഓക്കെ, അപ്പൊ എന്തായാലും അത് നമുക്ക് നോക്കാം. ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. എല്ലാവരും ഇവരൊക്കെ ടോപ്പ് 5 എന്തായാലും ഉണ്ടാവും, ഇവരെല്ലാരും ഉണ്ടാവും എന്തായാലും. പൊസിഷനൊക്കെ ഇനി ബാക്കി അവരുടെ ഭാഗ്യം പോലെ. അതെ. അപ്പൊ എന്തായാലും ധന്യ, നിങ്ങളുടെ പുതിയതായിട്ടുള്ള പോകുന്ന ഇപ്പൊ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, ഇനി പ്ലാനിൽ ഇരിക്കുന്ന ഡാൻസ് സ്കൂൾ, ഡാൻസ് സ്റ്റുഡിയോ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ ധന്യ വെയിറ്റ് ചെയ്തിരിക്കുന്ന അതേപോലത്തെ നല്ല നല്ല കഥാപാത്രങ്ങൾ, ആ ഒരു ടേണിംഗ് പോയിന്റ് അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ലൈഫിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.